ഹലോ ഗൈസ്, നമുക്ക് ഇത്തവണ കണ്ണൂരിലൊരു കല്യാണം കണ്ടാലോ? കല്യാണം പൊതുവെ എല്ലാ നാട്ടിലും ഒരുപോലെ ആയിരിക്കും. എന്നാലും നിങ്ങളുടെ നാട്ടിലേക്കാളും എന്തെങ്കിലും വ്യത്യാസം ഇതിൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. നമ്മുടെ നാട്ടിലൊന്നും മുമ്പൊന്നും അധികം ഇല്ലാത്തൊരു പരിപാടിയാണ് നമ്മളിപ്പം കാണുന്നത്. സാധാരണ താലം കൊണ്ട് കുറേ പെൺകുട്ടികളും അമ്മായിമാരും പിന്നെ പെണ്ണും ഒക്കെ പോവുമെങ്കിലും ഇങ്ങനെ ഈ ഏട്ടന്മാരൊക്കെ ഈ പൂവും പിടിച്ചുകൊണ്ട് പോകുന്ന പരിപാടി എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല. ഒരു പന്തൽ പോലുള്ള സംഭവം പിടിച്ചുകൊണ്ട് പോകുന്ന പരിപാടി ഇപ്പം റീസെൻ്റ് ആയിട്ടാണ് കണ്ടുവരുന്നത്. ഇത് പെണ്ണിനെ മാത്രമല്ല ചെക്കനെയും ഇത് പിടിച്ചുകൊണ്ട് ആനയിച്ച് വരുന്ന പരിപാടി ഇപ്പം കാണുന്നുണ്ട്. അല്ലേലും ഓരോ ദിവസം കഴിയുന്നതോറും നമ്മുടെ ഓരോ ആചാരങ്ങളെല്ലാം കൂടിക്കൂടി വരികയാണല്ലേ. എന്തായാലും നല്ല തന്നെ, ഒരു കല്യാണമല്ലേ ഉണ്ടാവുള്ളൂ, അത് മാക്സിമം കളർഫുൾ ആക്കുക. പിന്നെ ഈ കല്യാണം നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പ്രസിദ്ധമായിട്ടുള്ള പെരളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്, അതായത് നമ്മുടെ ചെക്കൻ്റെ വീട് എന്ന് വെച്ചാൽ പ്രസിദ്ധമായിട്ടുള്ള പറശ്ശിനി എന്ന് പറയുന്ന സ്ഥലത്തും പെണ്ണിൻ്റെ വീട് ഇവിടെ പെരളശ്ശേരിക്കടുത്തുള്ള കതിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും ആയതുകൊണ്ട് പെണ്ണിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടന്നു. പിന്നെ സാധാരണ എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഡൗട്ടാണ്, നമ്മളിങ്ങനെ ഓഡിറ്റോറിയത്തിലെല്ലാം വന്നാലും ചില സമയം ഇവർ ഈ കിഴക്കും പടിഞ്ഞാറൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ഓഡിയൻസിന് ഓപ്പോസിറ്റ് ആയിട്ടൊക്കെയാണ് ചെക്കനും പെണ്ണും നിന്നിട്ട് കല്യാണം കഴിക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയെല്ലാം ആവും എന്നറിയെങ്കിൽ ഈ ഓഡിറ്റോറിയം കെട്ടുമ്പം അതിനനുസരിച്ചിട്ട് അങ്ങ് കെട്ടിയാൽ പോരായിരുന്നു. ഇതിപ്പം നമ്മൾ കല്യാണത്തിന് വന്നിട്ട് അധിക സമയത്തും ഇങ്ങനെ നമ്മൾക്ക് കല്യാണം നേരാവണം കാണാത്ത രീതിയിലാണ് ഉണ്ടാവുക. ഇതൊരു അപാകതയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ അവരെ പറഞ്ഞിട്ട് എന്നാ വേണ്ടേ, ഞാൻ മുന്നിലത്തെ സീറ്റായതുകൊണ്ട് എനക്കെല്ലാം ഭയങ്കര ക്ലിയർ ആയിട്ടാണെന്നെല്ലാം കാണാനും പറ്റുന്നുണ്ടായേ. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായല്ലോ. പക്ഷെ എന്തു പറഞ്ഞാലും ഡെക്കറേഷനും ഓഡിറ്റോറിയവും എല്ലാ അറ്റ്മോസ്ഫിയർ അടിപൊളിയായിരുന്നു, അത് പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ നമ്മൾ നേരെ നമ്മുടെ പ്രധാന പരിപാടിയായിട്ടുള്ള ഫുഡിലേക്ക് പോയി. ഫുഡും നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സദ്യ തന്നെയായിരുന്നു ഇവിടെയും. നമ്മൾ സാധാരണ പെണ്ണിൻ്റെ വീട്ടിൽ അധികവും സദ്യ തന്നെയാണ് നമ്മുടെ കണ്ണൂരെല്ലാം ഉണ്ടാവുക. പിന്നെ ചില സ്ഥലങ്ങളിൽ ബിരിയാണി അങ്ങനെയും ഉണ്ടാവും. പിന്നെ ചെക്കൻ്റെ വീട്ടിൽ വൈകുന്നേരം റിസപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ബിരിയാണി, അങ്ങനത്തെ പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ പൊതുവേ ഉണ്ടാവാറ്. അപ്പോൾ ഇപ്പം ആണെങ്കിൽ കല്യാണത്തിന് മുഴുവൻ ഇങ്ങനെ കാറ്ററിങ്ങിന് കൊടുക്കുന്ന പോലെയാണ് അധികവും. ഇങ്ങനെ ഏച്ചിമാർ വിളമ്പുന്ന രീതിയിലാണ് ഉണ്ടാവുക. എൻ്റെ കല്യാണം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു സദ്യയായിരുന്നു. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു. നല്ല കൂട്ടി കുഴച്ച് എല്ലാ കറിയും പായസവും പപ്പടവും എല്ലാം കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഓഡിറ്റോറിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം നല്ല നീറ്റായിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായത്. പൊതുവേ നമ്മൾ കൈ കഴുകുന്നയാലും ടോയ്ലറ്റ് ആയാലും പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. നമ്മുടെ വീട് തലശ്ശേരിയാണ്. ഇവിടുന്ന് പിന്നെ ഇനി വൈകുന്നേരം റിസപ്ഷന് വീണ്ടും പറശ്ശിനി നമ്മുടെ വിസ്മയ പാർക്ക് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു.